നമസ്കാരം. ഈ ആഴ്ചയിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഐറ്റം സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ആഴ്ചത്തെ എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് കൂടുതൽ കത്തിയടിച്ച് ബോറടിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഞാൻ ചെയ്യുന്നത് ചെറിയൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് അല്പം കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് കാഷ്യൂ നട്ടും ഉണക്കമുന്തിരി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇനി ഇതേ പാനിലേക്ക് തന്നെ 3 പച്ചമുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുകയാണ്. ഈ 3 പച്ചമുട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടെ ആവാം, അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മുട്ടയുടെ എണ്ണം കൂട്ടാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചെറിയൊരു ബൗൾ റൈസ് ഉള്ളതുകൊണ്ട് 3 പച്ചമുട്ട മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ആ 3 പച്ചമുട്ടയിലേക്ക് അല്പം ഉപ്പ് ചേർക്കണം. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ അല്പം കുരുമുളക് കൂടി ചേർത്തിട്ട് നല്ല ബുർജി പരുവത്തിൽ നമുക്കത് റെഡിയാക്കി നമുക്കത് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ ഈ 3 പച്ചമുട്ടയിലേക്ക് അല്പം ഉപ്പ് ആദ്യമായിട്ട് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് നല്ല ഡ്രൈ ആയി വരുന്ന ഒരു പരുവമുണ്ട്. ആ പരുവത്തിലാണ് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അത് മാറ്റി വെക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അധികമാകാതെ ശ്രദ്ധിക്കുക. കുരുമുളക് പൊടി അധികമായാലും അത് ടേസ്റ്റ് കൂട്ടുകയൊന്നുമില്ല. ഞാൻ അത്യാവശ്യം ചെറിയൊരു ടീസ്പൂണാണ്, ഹാഫ് ടീസ്പൂണാണ് കുരുമുളക് പൊടി ചേർത്തേക്കുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുരുമുളക് പൊടിച്ചതാണ്. നല്ല ഫ്ലേവറൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാനത് ഒരു ചെറിയ ബൗളിലേക്ക് ഇത് മാറ്റി വെക്കുകയാണ്. നമുക്കിനി റൈസ് റെഡിയായി റൈസ് ചേർക്കുന്ന സമയത്ത് ഈ മുട്ട ചേർത്ത് നമുക്കത് പിന്നീട് ഇളക്കി കൊടുക്കാനുള്ളതാണ്. അപ്പം ആ ഒരു പാനിലേക്ക് തന്നെ അല്പം നെയ്യാണ് ഉപയോഗിക്കുന്നത്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി വേണമെങ്കിൽ കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം, പക്ഷേ നെയ്യാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ആ ചൂടായ നെയ്യിലേക്ക് ചെറുതായിട്ട് കുത്തിയരിഞ്ഞ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലതായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയ ക്യാരറ്റ്, ഞാനിപ്പോൾ ഇതിലേക്കൊരു ചെറിയ ഇടത്തരം ഒരു ക്യാരറ്റാണ് എടുത്തേക്കുന്നത്. നല്ല സ്ക്വയർ ഷേപ്പിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് അത് ചേർത്ത് നന്നായിട്ട് ആ ഒരു പച്ചമണമൊക്കെ മാറി വേവായി വരുന്ന ഒരു പരുവത്തിൽ നമുക്ക് അടുത്ത 2-3 ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ക്യാരറ്റ് വഴണ്ട് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 2 ബീൻസ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്താണ് അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ ചെറിയൊരു പച്ചമുളക് കൂടെ ഉണ്ട്. ആ പച്ചമുളക് അല്പം എരിവ് വരുത്താൻ വേണ്ടിയാണ്. അത് ഞാൻ ഒരു 2 പച്ചമുളക് അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പച്ചക്കറിയുടെയൊക്കെ ഒരു പച്ചപ്പ് പോകുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമുക്ക് അടുത്ത് ചേർക്കേണ്ട സാധനം ഗ്രീൻ പീസാണ്. എനിക്ക് ഇവിടെ ഫ്രോസൺ ഗ്രീൻ പീസ് ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് ചെറിയൊരു ബൗൾ ഞാൻ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നല്ലതാണ്. ഈ റൈസിൻ്റെ കൂടെ കിടക്കുമ്പോൾ അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ ഞാനത് ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി, പിന്നെ അത് ഇത്തിരി കളർഫുള്ളൊക്കെ ആകാൻ വേണ്ടി ഇത് ചേർക്കുന്നതാണ്. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തു. അതിലേക്ക് അതിൻ്റെ ഒരു പച്ചപ്പൊക്കെ മാറി വന്ന സമയത്ത് ഞാൻ അതിലേക്ക് അവസാനമായിട്ട് ഒരു സവാള നന്നായിട്ട് സ്ക്വയർ ഷേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർക്കുകയാണ്. എന്നിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ പച്ചപ്പ് മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അതിൽ ചുവയ്ക്കും, പച്ചക്കറിയുടെ പച്ച ചുവയ്ക്കും. അപ്പോൾ ഇതിൻ്റെ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അടുത്ത് ചേർക്കുന്നത് ചെറിയ ഒരു പാക്കറ്റ് മാഗി മസാല ആണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ 5 രൂപയ്ക്ക് കിട്ടുന്ന ചെറിയൊരു മാഗി മസാലയുടെ പാക്കറ്റില്ലേ, അതാണ് ഞാൻ പൊട്ടിച്ച് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. ഈ വെജിറ്റബിളിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു 2 മിനിറ്റൂടെ അത് നന്നായിട്ട് വഴറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാഗി മസാലയുടെയൊക്കെ ഫ്ലേവർ അതിലേക്ക് വരും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ചേർക്കാം, പക്ഷേ അതിൽ നല്ലത് ഈ മാഗി മസാലയാണ് ടേസ്റ്റ് വരുത്തുന്നത്. അതിലേക്ക് അല്പം കുരുമുളക് പൊടി കൂടെ വീണ്ടും ഞാൻ ചേർക്കുകയാണ്. അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഓൾറെഡി ഈ മാഗി മസാലയ്ക്കകത്ത് തന്നെ ഈ സ്പൈസസിൻ്റെ ഫ്ലേവറുണ്ട്. നിങ്ങൾക്ക് ഇത്തിരിയുടെ
ഈ കുരുമുളകിൻ്റെയൊക്കെ സത്ത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനത് ചേർത്തു. പിന്നെ അതിലേക്ക് അല്പം സോയ സോസ് ഒഴിച്ചിട്ട് ഈ വെജിറ്റബിളിലൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ സോയ സോസ് ആ പച്ചക്കറിയിലെല്ലാം നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബസുമതി റൈസിൻ്റെ ചോറ്, അതായത് ഒരു അത്യാവശ്യം 2 പേർക്ക് കഴിക്കാനുള്ള റൈസുണ്ട്, അത് ഞാൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പച്ചക്കറി എല്ലായിടത്തും ചേരണം. ഇപ്പോൾ നെയ്യുടെയും വെജിറ്റബിളിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അത് നമ്മുടെ ചോറിലേക്കെല്ലാം നന്നായിട്ട് പറ്റുന്ന രീതിയിൽ, നന്നായിട്ട് അടി പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കും. അതിലേക്ക് ആ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ട, ബുർജി പരുവത്തിലുള്ള മുട്ട ഞാൻ ചേർക്കുകയാണ്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മുട്ടയും പച്ചക്കറിയും എല്ലാം കൂടെ ആ ചോറിൻ്റെ എല്ലാ സൈഡിലും പറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും ഒരു മിനിറ്റൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഈ റൈസിലേക്കും പച്ചക്കറിയിലേക്കും ഒക്കെ ഒന്ന് അബ്സോർവ് ആകും. അപ്പോൾ അതൊരു ടേസ്റ്റും ഒക്കെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാക്കും. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമായിട്ട് മാറും. ഇത് എല്ലായിടത്തും കറക്റ്റായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അടുത്ത് ചേർക്കുന്നത് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി ഒക്കെ ഉണ്ടല്ലോ, ഫ്രൈ ചെയ്ത് നമ്മൾ ആദ്യം മാറ്റി വെച്ച സാധനം, അതുകൂടെ ചേർത്ത് ഇളക്കി നമുക്കൊരു 2 മിനിറ്റ് അത് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക.